الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബൈലക്സിലൂടെ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഫദ്ലുൽ ഇൽമി വ ആദാബു ത്വലബിഹി, അറിവിൻ്റെ ശ്രേഷ്ഠതയും അത് നേടിയെടുക്കുന്നതിലെ മര്യാദകളെ സംബന്ധിച്ചുമുള്ള ഒരു തുടർ പഠന ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി അൽഹംദുലില്ലാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച കാര്യത്തിൻ്റെ ഒരു ചെറിയ വിവരണം നൽകാൻ ഉദ്ദേശിക്കുകയാണ്. പുതിയ ആളുകൾക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ആളുകൾക്കും ഒരു തുടർച്ച ലഭിക്കാൻ അത് സഹായകരമായി തീരും എന്ന് കരുതുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച വിഷയം ഒറ്റ വിഷയമാണ്. ഒരൊറ്റ കാര്യം സമർത്ഥിക്കൽ മാത്രമാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും അതിന് തെളിവുകൾ കൊണ്ടുവന്നു എന്ന് മാത്രം. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. എന്താണ്, ധാരാളം വിഷയങ്ങൾ സംസാരിച്ചു? ഇല്ല, ഒറ്റ വിഷയമാണ്. ആ ഒരു വിഷയത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വന്ന വ്യത്യസ്ത പരാമർശങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വിഷയം എന്താണ്? മനുഷ്യൻ എന്ന ജീവി, ഇൻസാൻ. ആ മനുഷ്യൻ എന്ന ജീവി ഇൽമുമായി ബന്ധപ്പെട്ടാണ് അവന്റെ ശ്രേഷ്ഠത നിലകൊള്ളുന്നത്. അറിവിൽ നിന്ന് അവൻ മാറിയാൽ അവൻ മൃഗതുല്യനാണ്, അവൻ അക്രമിയായിത്തീരും, അനീതി ചെയ്യുന്നവനായിത്തീരും എന്ന ആശയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരൊറ്റ പോയിന്റാണ് നമ്മുടെ വിഷയം. അതിന് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ തെളിവ് സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്ത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറദഹും അലൽ മലായിക ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. ഈ വചനം സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്ത്. 4 പോയിന്റുകൾ ഈ ആയത്തിൽ നിന്ന് അറിവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാമെന്ന് നമ്മൾ പറയുകയുണ്ടായി. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അത് പറയാൻ പറ്റുമോ? ഒരു പോയിന്റ് പറയാൻ പറ്റുമോ? അതെ, ആ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവുന്ന 4 പോയിന്റ് ഞാനൊന്ന് ചുരുക്കത്ത് പറഞ്ഞുതരാം. 4 പോയിന്റുകൾ. അതിൽ ഒന്നാമത്തെ പോയിന്റ്, രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെയാണോ ഭൂമിയിൽ നീ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന മലക്കുകളുടെ ചോദ്യത്തിന് അള്ളാഹു നൽകുന്ന മറുപടി നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്നി ആലമു മാലാറ്റാലമു. അതിൽപ്പെട്ടതാണെന്ത്? മനുഷ്യരിൽ നിന്നാണ് അമ്പിയാക്കൾ ഉണ്ടാവാൻ പോകുന്നത്, റസൂലുകൾ ഉണ്ടാവാൻ പോകുന്നത്, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ, അഹ്ലുൽ ഇൽമുപ്പെട്ട വലിയ പണ്ഡിതന്മാരായ ആളുകൾ. അങ്ങനെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളവർ ആരിൽ നിന്നാണ് ഉണ്ടാവാൻ പോകുന്നത്? മനുഷ്യരിൽ നിന്നാണ്. ഇതാണ് ആ സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പോയിന്റ്. അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പും അതിന് ശേഷവുമുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പോയിന്റിൽ ഒന്ന് അതാണ്. സിദ്ദീഖുകൾ, ശുഹദാക്കൾ, അമ്പിയാക്കൾ, സ്വാലിഹുകൾ എന്നിവർ ഉണ്ടാവും. ഒരു പോയിന്റ് അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം.
രണ്ടാമത്തെ പോയിന്റ്, മലക്കുകൾക്കൊരു കരുതലുണ്ടായിരുന്നു, ഞങ്ങളെക്കാൾ മഹത്വമുള്ള ഒരു സൃഷ്ടി അള്ളാഹു സൃഷ്ടിക്കുകയില്ല എന്ന്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് എല്ലാ കാര്യങ്ങളുടെയും പേര് പഠിപ്പിച്ചു കൊടുത്തു. അത് മലക്കുകളോട് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മലക്കുകൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ശ്രേഷ്ഠത എന്നത് അറിവാണ്, അത് ഞങ്ങളെക്കാൾ കൂടുതൽ ആദം നബിക്ക് തന്നെയാണുള്ളത്. ഈ ഒരു കാര്യവും അറിവിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവർക്ക് ഇൽമിന്റെ വിഷയത്തിൽ മലക്കുകൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 30, 31, 32, 33 വചനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു പോയിന്റ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചപ്പോ അള്ളാഹു അദ്ദേഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതായി അള്ളാഹു പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്തിനെയാണ്? അറിവിനെയാണ്, വിജ്ഞാനത്തെയാണ്. ആദം നബിയുടെ ഭൗതിക ശക്തിയോ ആദം നബിയുടെ 60 അടി നീളമുള്ള ആ ആകാരമോ അതൊന്നും അല്ല കാണിക്കാൻ ഉദ്ദേശിച്ചത്, പിന്നെ അറിവിനെ. അതുകൊണ്ടാണ് അറിവ് പഠിപ്പിച്ചു കൊടുത്തു, അത് മറ്റുള്ളവർക്ക് മലക്കുകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പഠിക്കുക, അത് പ്രകടമാക്കുക, ഈ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതും അറിവിന്റെ ശ്രേഷ്ഠതയെ കാണിക്കുന്ന കാര്യമാണ്. നാലാമത്തത്, ഈ വചനങ്ങളിലൊക്കെ തന്നെ മലക്കുകളുടെ വാദത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നിടത്തിലൊക്കെ അള്ളാഹുവിന്റെ ഇൽമെന്ന സിഫത്തിനെയാണ് എടുത്തു പറയുന്നത്. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നിടത്തിൽ അള്ളാഹുവിന്റെ ഇൽമെന്ന സിഫത്ത് പ്രത്യേകം എടുത്തു പറയുന്നു. മറ്റൊരുപാട് സിഫത്തുകൾ അള്ളാഹുവിനുണ്ടെങ്കിലും ഇതും അറിവിന്റെ ശ്രേഷ്ഠതയെ കുറിക്കുന്നതാകുന്നു, വിജ്ഞാനമെന്ന അറിവെന്ന സിഫത്തിനെ കുറിക്കുന്നതാകുന്നു. ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ നിന്ന് ലഭിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇതിൽ മനുഷ്യന്റെ സൃഷ്ടി ആരംഭിക്കുന്നത് തന്നെ മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തി, അത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി ഏതാണ് എന്ന് തീരുമാനിക്കുന്നിടത്തിലൊക്കെ അറിവാണ് ഒരു സബ്ജക്റ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ലക്ഷ്യം എന്താണ്? മനുഷ്യനും അറിവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കലാണ്. അതിനാണ് നമ്മൾ ഈ ആയത്ത് തെളിവാക്കിയത്. അതിന് ശവാഹിദുകളായി സാക്ഷ്യമായി നമ്മൾ മറ്റൊരുപാട് വചനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ വിഷയത്തെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരുപക്ഷെ നിങ്ങൾ അതെല്ലാം നോട്ട് ചെയ്യണമെന്നില്ല, ഇതിന്റെ കണ്ടന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ പ്രധാനപൂർവം സംസാരിച്ച രണ്ടാമത്തെ ഒരു വചനമുണ്ട്, അത് സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ ആയത്താണ്. സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ ആയത്ത്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങളെയെല്ലാം നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഒന്നും അറിയാത്തവരായിക്കൊണ്ടാണ് നമ്മൾ പുറത്തു വരുന്നത്. പിന്നെ നമുക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതെന്തിനാണ്? പഠിക്കാൻ വേണ്ടിയാണ്. ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന പൊരുൾ അതാണ്. അതെങ്ങനെ മനസ്സിലാക്കാം എന്നതിന് ഒരു തെളിവാണ്, ഖുർആനിൽ നിന്ന് തന്നെ നമുക്കൊരു തെളിവ് കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ ആയത്ത് നമ്മൾ കൊണ്ടുവരാനുള്ള കാരണം. 17-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനം, വലാ തഖുഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഈ ആയത്തും നമ്മൾ നേരത്തെ പറഞ്ഞ സൂറത്തു അൻ-നഹ്ലിലെ 78-ാമത്തെ ആയത്തും തമ്മിലുള്ള പൊരുത്തം എന്താണ്? അറിവില്ലാത്തവരായി നമ്മൾ ഭൂമിയിലേക്ക് വന്നു, പിന്നെ കണ്ണ്, കാത്, ഹൃദയം നൽകി. ഇതിനെ സംബന്ധിച്ച് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഇത് ചോദ്യം ചെയ്യപ്പെടും ഖിയാമത്ത് നാളിൽ. അപ്പൊ നമുക്ക് മനസ്സിലായി, കണ്ണ് തന്നത് എന്തിനാണ്? അറിവ് നേടാനാണ്.
ഹൃദയം തന്നത് എന്തിനാണ്? അറിവ് നേടാനാണ്. അതുപോലെ തന്നെ കാത് നൽകിയത് എന്തിനാണ്? അറിവ് നേടുവാനാണ്. ഇക്കാര്യമാണ് നമ്മൾ സംസാരിച്ച രണ്ടാമത്തെ മെയിൻ വിഷയം. അപ്പൊ മനുഷ്യനും അറിവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ ഒറ്റ സബ്ജക്റ്റാണത്. ആ സബ്ജക്റ്റിന്റെ ഒന്നാമത്തെ തെളിവ് സൂറത്തുൽ ബഖറയിലെ 30-31 മുതലുള്ള വചനം. രണ്ടാമത്തെ തെളിവാണ് സൂറത്തുൽ നഹലിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നത്. ഇതുപോലെ തന്നെ മൂന്നാമത്തെ തെളിവാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ആലഖിലെ 1 മുതൽ 5 വരെയുള്ള വചനം. മനുഷ്യന്റെ സൃഷ്ടിപ്പും വിജ്ഞാനവും എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കും? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഒന്നാമത്തെ കൽപ്പന തന്നെ എന്താണ്? വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യൻ അറിയാത്തതൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ എഴുത്തും വായനയും മനുഷ്യന്റെ ഏറ്റവും വിജ്ഞാനത്തിന്റെ മേഖലയിൽ എഴുത്തും വായനയുടെയും പ്രാധാന്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് മൂന്നാമത്തെ ഖുർആനിൽ നിന്നുള്ള തെളിവാണ്. മനുഷ്യനും വിജ്ഞാനവും എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതിന് നമ്മൾ ഖുർആനിൽ നിന്ന് കൊണ്ടുവന്ന മൂന്നാമത്തെ തെളിവാണെന്ത്? സൂറത്തുൽ ആലഖിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. ഇതുപോലെ തന്നെ മനുഷ്യനും വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാലാമത്തെ തെളിവാണ് സൂറത്തുൽ അഹ്സാബിലെ 72ാമത്തെ ആയത്ത്. ഒക്കെ ഒരു സബ്ജക്റ്റാണ്, ഒരു സബ്ജക്റ്റിന്റെ വ്യത്യസ്ത തെളിവുകളാണ്. ഇന്ന അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅഷ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂല. ആകാശങ്ങൾക്കും ഭൂമിക്കും പർവ്വതത്തിനും ഈ അമാനത്ത് നാം കാണിച്ചു കൊടുത്തു. പക്ഷെ ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. അപ്പൊ ആകാശങ്ങളും ഭൂമിയും പർവ്വതവും ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ഒരു വിഷയത്തെ ആരേറ്റെടുക്കാണ്? മനുഷ്യൻ ഏറ്റെടുക്കാണ്. എന്നിട്ട് അള്ളാഹു അവനെക്കുറിച്ച് പറയുന്ന 2 കാര്യങ്ങൾ, അവൻ ഏതെങ്കിലും നിലക്കുകൾ അവന്റെ മാനസിക ദുർബലതയോ ശാരീരിക ദുർബലതയോ ഒന്നുമല്ല അള്ളാഹു പറയുന്നത്, മറിച്ച് അവനിൽ കണ്ട 2 ദുർബലത. ഒന്ന് ജഹാലത്താണ്, അവൻ പഠിച്ചില്ല എന്നതാണ്. ഇന്നഹു കാന വലൂമൻ ജഹൂല, അവൻ ജാഹിലും വാലിമുമായി എന്ന 2 പോരായ്മയാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധേയമായ ഒരു പോയിന്റ് പറഞ്ഞത്, ഏതൊരു ജഹാലത്തും ഒരു ളുൽമ് സൃഷ്ടിക്കും. ഏതൊരു ളുൽമും ഉണ്ടാകുന്നത് ഒരു ജഹാലത്തിൽ നിന്നാണ്. അപ്പോൾ അറിവിൽ നിന്ന് നീതിയും അറിവ് കേടിൽ നിന്ന് അക്രമവും അനീതിയും ഉണ്ടാകുന്നു. എവിടെയെല്ലാം അനീതിയുണ്ടോ അവിടെയെല്ലാം അജ്ഞതയുണ്ട്, എവിടെയെല്ലാം അജ്ഞതയുണ്ടോ അവിടെയെല്ലാം അനീതിയും അക്രമവുമുണ്ട്. അപ്പോൾ മനുഷ്യന് യഥാർത്ഥ നീതിമാനായി തീരണമെങ്കിൽ അവൻ വിജ്ഞാനം നേടണം. ഇങ്ങനെ മനുഷ്യനും അറിവും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പോയിന്റ്. അതിന്റെ 4ാമത്തെ തെളിവാണെന്ത്? നമ്മൾ പറഞ്ഞ സൂറത്തുൽ അഹ്സാബിലെ 72ാമത്തെ വചനം. ഈ ആശയത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ്? നിങ്ങൾക്ക് റെഫർ ചെയ്യാനാണ്. ഉദാഹരണത്തിന് 2-ാം അധ്യായത്തിലെ 78ാമത്തത്, സൂറത്തുൽ ബഖറയിലെ 78ാമത്തെ ആയത്ത്, 113, 118. സൂറത്തുൽ മാഇദയിലെ 104ാമത്തെ വചനം. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിലെ 131ാമത്തെ വചനം, 10-ാം അധ്യായത്തിലെ 55ാമത്തെ വചനം, അതുപോലെ തന്നെ 10-ാം അധ്യായത്തിലെ 89 വചനം, 12-ാം അധ്യായത്തിലെ 21ാമത്തെ വചനം, 12-ാം അധ്യായത്തിലെ 40, 16, അതുപോലെ 16-ാം അധ്യായത്തിലെ 101, 21-ലെ 24, 25, 30-ാം അധ്യായത്തിലെ 30ാമത്തെ വചനം, 30-ാം അധ്യായത്തിലെ 59, 34, ഇങ്ങനെ തുടങ്ങിയ നമ്പറുകൾ നമ്മളത് നോട്ടാക്കി ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. ഈ വചനങ്ങളൊക്കെ നമ്മൾ അതിന് ശവാഹിദുകൾ കൊണ്ടുവരാണ്. ഖുർആനിൽ നിന്നുള്ള ഇത് നമ്മൾ പറഞ്ഞ ആശയത്തെ മനുഷ്യന് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. എല്ലാ അക്രമങ്ങളും അനീതികളും പരാജയങ്ങളും മനുഷ്യന് ഉണ്ടാവാനുള്ള കാരണം അവൻ അറിവ് നേടാത്തത് കൊണ്ടാണ് എന്ന കാര്യം. ഇതാണ് നമ്മൾ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിലെ മെയിൻ സബ്ജക്റ്റ് എന്താണ്? അതെ, മനുഷ്യനും അറിവും തമ്മിലുള്ള ബന്ധമാണ്. അതിന് നമ്മൾ പ്രധാനമായും തെളിവ് കൊണ്ടുവന്നത് ഒന്ന് എവിടുന്നാണ്? സൂറത്തുൽ ബഖറയിലെ 31ാമത്തെ ആയത്ത്. 2-ാമത്തെ തെളിവ് സൂറത്തുൻ നഹ്ലിലെ 78ാമത്തെ വചനം.
ശരി, ഇനി മൂന്നാമത്തത് സൂറത്തുൽ അലഖിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. നാലാമത്തത് സൂറത്തുൽ അഹ്സാബിലെ 72ാമത്തെ വചനം. പിന്നെ നമ്മൾ നേരത്തെ നമ്പർ പറഞ്ഞ എല്ലാം കൂടിയാൽ നമ്മുടെ മുമ്പിൽ ഒരു സബ്ജക്റ്റ് കിട്ടും. എന്താണ്? മനുഷ്യൻ അറിവിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യമല്ല. ഇനി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ അറിവും സത്യവിശ്വാസിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇതാണ് നമ്മുടെ ചർച്ച. ഇന്നത്തെ ചർച്ച അറിവും സത്യവിശ്വാസിയും എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ധാരാളം വചനങ്ങളിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നിടത്തിലൊക്കെ അവരുടെ ഒരു സിഫത്തായി പറഞ്ഞത് അറിവ് നൽകപ്പെട്ടവർ എന്നാണ്. സത്യവിശ്വാസികൾ എന്ന് പറയുന്നിടത്തിൽ എന്തുകൂടി പറയും? അറിവ് നൽകപ്പെട്ട ആളുകൾ എന്നുകൂടി കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുർ റൂമിലെ 56ാമത്തെ വചനം. സൂറത്തുർ റൂമിലെ 56ാമത്തെ വചനം. പശ്ചാത്തലം പരലോകത്ത് നടക്കുന്ന ഒരു സംഭാഷണമാണ്. പരലോകത്ത് നടക്കുന്ന ഒരു സംഭാഷണമാണ്. അന്ന് സത്യനിഷേധികൾ പറയും, ഞങ്ങൾ ഭൂമിയിൽ താമസിച്ചിട്ടേ ഇല്ല, കുറഞ്ഞ സമയമല്ലേ, അതിന് ഇത്രയും വലിയൊരു വിചാരണ, ഞങ്ങൾ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഭൂമിയിൽ താമസിച്ചിട്ടുള്ളൂ, ഞങ്ങൾക്ക് ശരിക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒന്നും സമയം കിട്ടിയിട്ടില്ല എന്ന് നിഷേധികളായ ആളുകൾ പറയുമ്പോൾ അവർക്ക് പരലോകത്ത് വെച്ച് മുഅ്മിനുകൾ എന്ത് ചെയ്യും? മറുപടി പറയും. ആ മറുപടി പറയുന്നതിനെ കുറിച്ച് സൂറത്തുർ റൂമിലെ 56ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, وقال الذين اوتوا العلم والإيمان لقد لبثتم في كتاب الله إلى يوم البعث فهذا يوم البعث ولكنكم كنتم لا تعلمون. وقال الذين اوتوا العلم, അന്ന് അറിവ് നൽകപ്പെട്ടവർ പറയും, വൽ ഈമാന, ഈമാൻ നൽകപ്പെട്ടവരും പറയും. അപ്പൊ അറിവ് നൽകപ്പെട്ടവൻ, ഈമാൻ നൽകപ്പെട്ടവൻ, ഇത് ഒരുമിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ കാണുന്നു. വഖാലല്ലദീന ഊത്തുൽ ഇൽമ വൽ ഈമാന, ഇൽമും ഈമാനും നൽകപ്പെട്ടവർ, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. സത്യവിശ്വാസി ഇൽമുള്ളവനാണ്, ഇൽമുള്ളവൻ സത്യവിശ്വാസിയാണ്. എന്നിട്ട് അവർ നൽകുന്ന മറുപടിയിൽ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്. അത് അവസാനത്ത് കാണാം. നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്, നിങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ലഖദ് ലബിസ്തും ഫീ കിതാബില്ലാഹി ഇലാ യൗമിൽ ബഅസ്, ഖിയാമത്ത് നാൾ വരെ നിശ്ചയിക്കപ്പെട്ട ഒരു സമയത്ത് ഭൂമിയിൽ അതിന്റെ വ്യത്യസ്ത കാലയളവുകളിൽ നിങ്ങൾ ഭൂമിയിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷെ വലാകിന്നകും കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവില്ലാത്തൊരു ജനതയായിരുന്നു, നിങ്ങൾക്ക് ഇൽമുണ്ടായിരുന്നില്ല, നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾ മനസ്സിലാക്കിയില്ല. അതാണ് വിഷയം. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം ഈമാനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നിടത്തിൽ അല്ലാഹു ഇൽമ് പ്രത്യേകം പറയുന്നു. അതിനുള്ള തെളിവ് സൂറത്തുർ റൂമിലെ 56ാമത്തെ ആയത്താണ്. മറ്റൊരു തെളിവ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് സൂറത്തുൽ മുജാദലയിലെ 11ാമത്തെ ആയത്താണ്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള വചനമാണ്. അതിന്റെ അവസാന ഭാഗത്ത് കാണാം, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്തിൻ. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികളായ ആളുകളുടെ ദറജ അല്ലാഹു എന്ത് ചെയ്യും? ഉയർത്തും. തീർന്നില്ല, വല്ലദീന ഊത്തുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ടവരുടെയും. അപ്പൊ അറിവ് നൽകപ്പെട്ടവരുടെയും ഈമാൻ ലഭിച്ചവരുടെയും ദറജ അല്ലാഹു എന്ത് ചെയ്യും? ഉയർത്തും, വർദ്ധിപ്പിക്കും. ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസി, മുഅ്മിൻ എന്നിടത്ത് ഉപയോഗിച്ച മറ്റൊരു വാക്കാണ്, അവരുടെ ഒരു വിശേഷണമാണെന്ത്? ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ട ആളുകൾ എന്ന്. അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ തെളിവാണ്. സൂറത്തു മുജാദലയിലെ 11ാമത്തെ വചനം. സൂറത്തു നഹ്ലിലെ 27ാമത്തെ ആയത്ത്. ഖിയാമത്ത് നാളിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളായ ആളുകളെ അപമാനിക്കും. അങ്ങനെ അപമാനിക്കുന്ന സന്ദർഭത്തിൽ ഖാലല്ലദീന ഊത്തുൽ ഇൽമ
ഇന്നൽ ഖിസിയൽ യൗമ വസ്സൂഅ അലൽ കാഫിരീൻ. അന്നു അറിവ് നൽകപ്പെട്ടവർ പറയും എന്ത്? തീർച്ചയായും ഇന്നേ ദിവസം അപമാനം കാഫിറുകൾക്കാകുന്നു. അവിടെ സത്യവിശ്വാസികളുടെ പര്യായപദമായി അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താണ്? ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവർ പറയും എന്നാണ്. അപ്പൊ ചില സ്ഥലത്ത് ഈമാനും അഹ്ലുൽ ഇൽമും അറിവുള്ള ആളുകളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നു. ചില സ്ഥലത്ത് മുഅ്മിൻ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാതെ ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവൻ, അവനാണ് മുഅ്മിൻ എന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നു. അതിന്റെ ഒരു തെളിവ് സൂറത്തുൻ നഹ്ലിലെ 27-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഖസസിൽ 80-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഖസസിലെ 80-ാമത്തെ ആയത്ത്, അവിടെ ഭൂമിയിൽ വെച്ച് ഖാറൂനിന്റെ സുഖസൗകര്യങ്ങൾ കണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ ലഭിച്ചില്ലല്ലോ എന്ന് ദുഃഖം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് അന്ന് മറുപടി പറയുന്ന സത്യവിശ്വാസികളുണ്ട്. ഏത് രംഗത്തും സത്യനിഷേധികൾക്ക് മറുപടി പറയുന്നത് ആരാ? സത്യവിശ്വാസികൾ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഒന്ന്, ഭൂമിയിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ്. ഭൂമിയിൽ വെച്ച് നടക്കുന്ന സംഭവം. വഖാലല്ലദീന ഊത്തുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവർ പറഞ്ഞു. ആരോട്? ഖാറൂനിനെ പോലെ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ ദുനിയാവിന്റെ സമ്പത്ത്. അപ്പൊ ദുനിയാവിന്റെ സമ്പത്താണ് വലുത് എന്ന് കരുതിയ ആളുകൾക്ക് മറുപടി പറയുന്നത് വിജ്ഞാനമുള്ള ആളുകളാണ്. കാരണം അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് തിരിച്ചറിഞ്ഞ് ആ അറിവിന്റെ ആളുകളായി തീർന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ പല ആളുകളുടെയും സമ്പത്ത് കണ്ട് അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് വാദിക്കുന്നവർക്ക് ഈമാനുള്ളവരാണ് മറുപടി പറയുന്നത്. പരലോകത്തും മറുപടി പറയുന്ന ആര് തന്നെ? നമ്മൾ നേരത്തെ പറഞ്ഞ ഊത്തുൽ ഇൽമാണ്. എന്ന് പറഞ്ഞാൽ എവിടെയും ഏതൊരു വിദണ്ഡവാദത്തിനും ഏതൊരു അജ്ഞത കലർന്ന സംസാരത്തിനും കൃത്യമായ മറുപടി പറയാനുള്ള ആധികാരികമായ സുൽത്താൻ ആർക്ക് മാത്രമേ ഉള്ളൂ? ഊത്തുൽ ഇൽമിന് മാത്രമേ ഉള്ളൂ. ഖബറിൽ വെച്ച് മറുപടി പറയുന്നതും ആര് തന്നെ? ഊത്തുൽ ഇൽമാണ്. മുനാഫിക്കുകളോട് അള്ളാഹു പറഞ്ഞയക്കുന്ന മലക്കുകൾ ചോദിക്കും, നിന്റെ റബ്ബാരാണ്? ഞങ്ങൾക്കറിയില്ല, ആളുകൾ പലതും പറയുന്ന കേട്ടു, ഞങ്ങളും പറഞ്ഞു എന്നല്ലാതെ ഞങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഇല്ല. നിങ്ങളുടെ മതമേതാണ്? നിങ്ങളുടെ വേദഗ്രന്ഥം ഏതാണ്? ഈ മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹിനെ കാണിച്ചിട്ട് നിങ്ങൾ എന്താണ് പറഞ്ഞത്? അപ്പൊ അവർ പറയും, ഒന്നും ഞങ്ങൾക്കറിയില്ല. അവിടെ മലക്കുകൾ അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, വമാ ദറൈത വമാ തലൈത. നിങ്ങൾ പഠിച്ചതുമില്ല, ഓതി നോക്കിയതുമില്ല. അതാ പ്രശ്നം. നിങ്ങൾ പഠിച്ചില്ല, വ്യക്തിപരമായി പഠിക്കാൻ നിങ്ങൾ തയ്യാറായില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് യഖീനായ ഇൽമ് കിട്ടിയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. എന്നാൽ സത്യവിശ്വാസികൾ ഉടനെ മറുപടി അറിയും, നിങ്ങളുടെ റബ്ബാരാണ്? അല്ലാഹ്. നിങ്ങളുടെ മതം ഏതാണ്? ഇസ്ലാം. ഇതാരാണ്? അത് മുഹമ്മദ് നബി. അപ്പൊ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കിതെങ്ങനെ മനസ്സിലായി? അന്ന് ഖബറിൽ വെച്ച് നമ്മളുടെ മറുപടി, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ വായിച്ചു, വഅല്ലംതു വതഅല്ലംതു, ഞാൻ പഠിച്ചു. അപ്പൊ ഖുർആൻ ഓതി ഞാൻ പഠിച്ചു, അതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ പറ്റുന്നു. മറ്റവരോട് മലക്കൾ പറഞ്ഞ ഞങ്ങൾ ഓതി നോക്കിയില്ല, ഞങ്ങൾ പഠിച്ചതുമില്ല. അപ്പോൾ അറിവ് നൽകപ്പെട്ടവരാണ് എവിടെയും സംസാരിക്കാൻ യോഗ്യതയുള്ള ആളുകൾ. അവർ ദുനിയാവിൽ സത്യനിഷേധികൾക്ക് മറുപടി പറയും, ഖബറിൽ അവർ മലക്കുകളുടെ ചോദ്യത്തിന് നിഷ്പ്രയാസം ഉത്തരം പറയും, ഖിയാമത്ത് നാളിലും സത്യനിഷേധികളുടെ വിദണ്ഡവാദങ്ങൾക്ക് മറുപടി പറയുന്നത് ആര് തന്നെ? ഊത്തുൽ ഇൽമാണ്, അറിവ് നൽകപ്പെട്ടവരാണ്. അപ്പൊ സൂറത്തുൽ ഖസസിലെ 80-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ദുനിയാവിൽ വെച്ച് മറുപടി പറയുന്നത് ആരാണ്? വഖാലല്ലദീന ഊത്തുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹ് ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ വമാ യുലഖാഹാ ഇല്ല സാബിറൂൻ. ക്ഷമാലുക്കൾക്ക് മാത്രം ലഭിക്കുന്ന ഖൈറുണ്ട്. അതാർക്കാണ്? സത്യവിശ്വാസവും സൽക്കർമ്മവും സമ്പത്തായി കരുതുന്നവനാണ്. അതല്ലാതെ ദുനിയാവിന്റെ സമ്പത്താണ് വലിയ സമ്പത്തെന്ന് കരുതുന്നവൻ അതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ സങ്കടപ്പെടും. എന്നാൽ ശരിയായ തിരിച്ചറിവുള്ള ആളുകൾ, ഈമാൻ ഹൃദയത്തിൽ കടന്ന ആളുകൾക്കറിയാം, സത്യവിശ്വാസവും സൽക്കർമ്മവും ഇതിനേക്കാൾ വലിയ ഒരു സമ്പത്ത് വേറെ ഇല്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇപ്രകാരം റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം, അതിന്റെ സിഹത്ത് നമുക്കറിയില്ല. പക്ഷെ ഇപ്രകാരം റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, അദ്ദേഹം മക്ബറയിൽ പ്രവേശിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു, ഓ ഖബറാളികളെ, നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക്
എന്തറിയാം. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഖബറുണ്ട്. എന്താണ് ഖബർ എന്നറിയുമോ? നിങ്ങളുടെ സ്വത്തുക്കൾ ഇതാ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ച സമ്പാദ്യങ്ങളൊക്കെ മക്കളും പേരക്കുട്ടികളും അല്ലാത്തവരൊക്കെ വിഭജിച്ച് കൊണ്ടുപോയി. നിങ്ങളുടെ വീടുകൾ ഇതാ ഇന്ന് മറ്റുള്ളവർ താമസമാക്കിയിരിക്കുന്നു. നിങ്ങളെ വീട്ടിലിപ്പോ വേറെ ആളുകൾ കൂടി താമസിക്കുകയാണ്. തീർന്നില്ല, അദ്ദേഹം പറഞ്ഞു, ഇതാ ഇന്ന അസ്വാജക്കും ഖദ് സുവ്വിജത്, നിങ്ങളുടെ ഭാര്യമാരൊക്കെ വേറെ ആരോ കല്യാണം കഴിച്ചുകൊണ്ട്. ഇന്നലെ നിങ്ങളെ ഭാര്യയായിരുന്നു, ഒന്ന് വേറൊരാളുടെ ഭാര്യയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഒന്ന് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു, സുഖമായി ജീവിക്കുക. നിങ്ങളെ വീട്ടിൽ വേറെ ആരോ ആണ് താമസിക്കുന്നത്. നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ ആളുകൾ വീതിച്ചു കൊണ്ടുപോയി. ഒരു പുരുഷായുസ് മുഴുവൻ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ അധ്വാനിച്ചത് അതൊക്കെ മറ്റുള്ളവർ പങ്കിട്ടെടുത്തു. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എന്റെ വാക്കുകൾ അവർ കേട്ടിരുന്നെങ്കിൽ അവർ ഇങ്ങനെ ഉത്തരം പറയും. എന്താണ് അവർ ഉത്തരം പറയുക? ഖദ് വജദ്ന, ഞങ്ങൾ കണ്ടിരിക്കുന്നു, അന്ന ഖൈറസ്സാദി തഖ്വാ, ഈ ദുനിയാവിൽ സമ്പാദിച്ചു കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല വിഭവം ഭക്തി നിർഭരമായ ഒരു ജീവിതമാണ്. ശരിയായ വിശ്വാസവും ശരിയായ കർമ്മങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഒരു ജീവിതം നയിക്കുക എന്നതിനേക്കാൾ വലിയ ഒരു വിഭവം നമുക്കൊരുക്കാനില്ല. വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കൂ. ഏതാണ് ആ വിഭവം? അത് തഖ്വയാണ്. ഏറ്റവും നല്ല വിഭവം തഖ്വയാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ പറഞ്ഞത്, വൈലക്കും, നിങ്ങൾക്ക് നാശം, നിങ്ങൾ എന്ത് കിട്ടിയില്ല എന്നാ പറയുന്നത്. നിങ്ങൾ ആരുടെ മഹത്വം കണ്ടാണ് ദുഃഖിക്കുന്നത്? എന്നാൽ യഥാർത്ഥ മഹത്വം എന്നത് വൈലക്കും സവാബുല്ലാഹി ഖൈറുൻ, അള്ളാന്റെ പ്രതിഫല കൂട്ടരെ ഏറ്റവും നല്ലത്. ലിമൻ ആമന വഅമില സ്വാലിഹ, ശരിയായ വിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നവർക്ക് അള്ളാന്റെ പ്രതിഫലാണ് ഖൈറ്, ദുനിയാവിന്റെ സമ്പാദ്യങ്ങളല്ല എന്ന് വിവരമുള്ളവർ പറയും, ഈമാനുള്ളവർ പറയും. അപ്പോ സത്യവിശ്വാസികളുടെ പര്യായ പദം തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത്? ഊതുൽ ഇൽം, അറിവ് നൽകപ്പെട്ട ആളുകൾ എന്ന്. ഇതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ സൂറത്തു റൂമിലെ 56-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സൂറത്തു സബയിലെ 6-ാമത്തെ വചനവും നിങ്ങൾ പരിശോധിക്കുക, അതിലും ഇതേ ആശയം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായത്തിലെ 109-ാമത്തെ വചനവും ഇതേ ആശയം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ ആശയം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈമാൻ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പല സ്ഥലങ്ങളിലും എന്തുപയോഗിച്ചു? ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവർ എന്ന് ഉപയോഗിച്ചു. ചില സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിൻ എന്ന് ഉപയോഗിക്കാതെ തന്നെ എന്ത് പറഞ്ഞു? ഊതുൽ ഇൽമ എന്ന് മാത്രം പറഞ്ഞു. ഇനി നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് ഈമാനിനെയും ഊതുൽ ഇൽമിനെയും ഒരുമിച്ച് ചേർത്ത് പറയാനുള്ള കാരണം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ക്ലാസ്സിന് അവസാനം ഞാൻ ഇതൊക്കെ ചോദിക്കും ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ടാണ് ഇൽമിനെയും ഈമാനിനെയും ചേർത്തു പറഞ്ഞത്? ചിലയിടങ്ങളിൽ ഈമാനിന്റെ പകരമായി ഊതുൽ ഇൽമ് എന്ന് മാത്രം പറഞ്ഞു. ഇതിനുള്ള കാരണം എന്താണ്? അത് പരിശോധിച്ചാൽ സൂറത്തുൽ ഹജ്ജിലെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 53, 54, 55 തുടങ്ങിയ വചനങ്ങൾ, ആ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 52, 53, 54 വചനങ്ങളിൽ നിന്ന് ഈമാനും ഇൽമും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖ അശ്ശൈത്വാനു ഫീ ഉംനിയ്യതിഹി ഫയൻസഖുല്ലാഹു മാ യുൽഖി അശ്ശൈത്വാനു സുമ്മ യുഹ്കിമുല്ലാഹു ആയാതിഹി വല്ലാഹു അലീമുൻ ഹകീം ലിയജ്അല മാ യുൽഖി അശ്ശൈത്വാനു ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ ഖാസിയതി ഖുലൂബുഹും വഇന്നൽ ളാലിമീന ലഫീ ശിഖാഖിൻ ബഈദ് وَلِيَعْلَمَ الَّذِينَ أُوتُوا الْعِلْمَ أَنَّهُ الْحَقُّ مِنْ رَبِّكَ فَيُؤْمِنُوا بِهِ فَتُخْبِتَ لَهُ قُلُوبُهُمْ وَإِنَّ اللَّهَ لَهَادِي الَّذِينَ آمَنُوا إِلَى صِرَاطٍ مُسْتَقِيمٍ. 3 വചനങ്ങളാണ്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബിയെ,
താങ്കൾക്ക് മുമ്പ് ലോകത്ത് ഏതൊരു റസൂല് വന്നാലും ഏതൊരു നബി വന്നാലും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ പിശാചുക്കൾ ഇടപെട്ടിട്ടുണ്ട്. ഏത് നബിമാർക്കും പിശാചുക്കൾ ഇടപെടും. ഒന്ന്, പ്രവാചകന്മാരുടെ മനസ്സിൽ ശക്തമായ പ്രേരണ ചെലുത്തിയിട്ട് വേദവാക്യങ്ങളെ തിരുത്താൻ വേണ്ടി ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആളുകൾ വന്നിട്ടുണ്ട് തിരുത്തിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു കനത്ത താക്കീത് നൽകി സൂറത്തുൽ ഇസ്രായിൽ. അങ്ങനെ അവർക്ക് വേണ്ടി നീ വേദവാക്യത്തെ തിരുത്തിയാൽ ഈ ലോകത്തും പരലോകത്തും മറ്റുള്ളവർക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷ നിനക്ക് ഞാൻ നൽകും. അപ്പൊ ഇത് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ ചെയ്യുന്ന ഒരു പണിയാണിത്. ഏതൊരു നബി ഒരു ദീനീപരമായ വിഷയം അല്ലെങ്കിൽ ഖുർആനിലെ വചനങ്ങൾ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ ഓതിക്കൊടുക്കുന്നുവോ അവിടെ പിശാചി അവന്റേതായ ദുർവ്യാഖ്യാനങ്ങൾ, അവന്റേതായ മാറ്റിത്തിരുത്തലുകൾ, കോട്ടിമാട്ടലുകൾ, ഇതിന് എക്കാലഘട്ടത്തിലും ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു ആശ്വാസം, അതോടൊപ്പം നമുക്കൊക്കെ ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന അധ്യായമാണ്, വചനങ്ങളാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പരീക്ഷണം ഉണ്ടായപ്പോൾ അള്ളാഹു പറയാണ്, ഇത് താങ്കൾക്ക് മാത്രമല്ല ലോകത്ത് വന്ന സകല നബിമാർക്ക് ഈ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് കടന്നു വന്ന സകല അമ്പിയാക്കൾക്കും മുർസലീങ്ങൾക്കും ഈ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ وَالْجِنِّ يُوحِي بَعْضُهُمْ إِلَى بَعْضٍ زُخْرُفَ الْقَوْلِ غُرُورًا. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുന്നു, താങ്കൾക്ക് മുമ്പ് ഏതൊരു നബി വന്നിട്ടുണ്ടോ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ ജിന്നുകളും മനുഷ്യരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് നടക്കുന്നുണ്ട്. ഇത് എല്ലാ നബിമാർക്കും നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന ദൈവദൂതനാകയാൽ ഈ പ്രവാചകന്റെ ഈ ഉമ്മത്തിൽ ഉടനീളം ഖിയാമത്ത് നാൾ വരെ ജിന്നുകളും മനുഷ്യരും തമ്മിൽ പരിശുദ്ധ വേദഗ്രന്ഥത്തിലെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാനും കോട്ടിമാട്ടാനും ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ വളച്ചൊടിക്കാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ജിന്നുകളും മനുഷ്യരും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് അന്നും ഇന്നും ഇൻഷാ അല്ലാഹ് എന്നും തുടരുക തന്നെ ചെയ്യും. അപ്പൊ അള്ളാഹു പറയാണ്, ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു യുക്തിമാനാണല്ലോ. പടച്ചറബിനെ തോൽപ്പിക്കാൻ കഴിയുമോ? അള്ളാഹു പറയാണ്, ഫയൻസഖുല്ലാഹു മാ യുൽഖി ശൈത്താൻ, പിശാചിടുന്നതിനെ അള്ളാഹു മായ്ച്ചു കളയും, ഇല്ലാതാക്കി കളയും. സുമ്മ യുഹ്കിമുല്ലാഹു ആയാതി, അള്ളാഹു അവന്റെ വചനങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും? പ്രതാപം നൽകും, ആധിപത്യം നൽകും, സ്ഥാനം നൽകും. പടച്ചറബിന്റെ വചനങ്ങൾക്കും ശരിയായ മതത്തിനും മാത്രമേ എന്നും നിലനിൽപ്പുള്ളൂ. ദുർവ്യാഖ്യാനക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളെല്ലാം അതൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. ഇസ്ലാമിനെയും ഖുർആനിനെയും പ്രവാചക അധ്യാപനങ്ങളെയും നശിപ്പിക്കാൻ ആര് എപ്പോൾ എങ്ങനെ ശ്രമിച്ചാലും അതെല്ലാം പരാജയപ്പെടുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വല്ലാഹു അലീമുൻ ഹകീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്തിനെ അല്ലാഹു അവസാനിപ്പിക്കുന്നത്. അല്ലാഹു അലീമാണ്, ഹക്കീമാണ്. അല്ലാഹു അറിവുള്ളവനും അഗാധജ്ഞനും തത്വജ്ഞനുമാണ്. എപ്പോൾ എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് പ്രവാചകന്മാർ പോലും ഈ വിഷയത്തിൽ ബേജാറാവണ്ട എന്നാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്തുണ്ടാവരുത്? ബേജാറുണ്ടാവരുത്. അലീമുൻ ഹക്കീമുമായ റബ്ബിനെ കുറിച്ച് നിരാശപ്പെടുകയോ അഗാധജ്ഞനായ റബ്ബിനെ കുറിച്ച് നമ്മൾ നിരാശപ്പെടുകയോ പടച്ച റബ്ബിന്റെ തന്ത്രങ്ങളെ സംബന്ധിച്ചും അള്ളാഹു ശത്രുക്കളെ നിഷേധികളെ എങ്ങനെ പരാജയപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചും ചരിത്രത്തിലൂടെ വേദഗ്രന്ഥത്തിലൂടെ എമ്പാടും അറിവ് ലഭിച്ച നമുക്ക് എന്തിനാണ് ബേജാറ്? എന്തിനാണ് വിഷമം? സത്യവിശ്വാസികൾ വിഷമിക്കുകയേ വേണ്ട. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇതുകൊണ്ട് രണ്ട് ടീം ലോകത്തുണ്ടാകും. എന്താണ്? രണ്ട് ടീം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് വിഭാഗം ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകും. ഒന്നാരാണ്? لِيَجْعَلَ مَا يُلْقِي الشَّيْطَانُ فِتْنَةً لِلَّذِينَ فِي قُلُوبِهِمْ مَرَضٌ وَالْقَاسِيَةِ قُلُوبُهُمْ وَإِنَّ الظَّالِمِينَ لَفِي شِقَاقٍ بَعِيدٍ. എന്നാൽ പിശാചിന്റെ ദുർവ്യാഖ്യാനങ്ങളെ സ്വാധീനിക്കുന്ന, ഹൃദയത്തിൽ ഭക്തിയില്ലാത്ത, ഹൃദയം കടുത്തുപോയ, കാരുണ്യമില്ലാത്ത, ഈമാനില്ലാത്ത, ഖുശൂഇല്ലാത്ത, തഖ്വയില്ലാത്ത, ഹൃദയത്തിൽ രോഗം മാത്രം കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗത്തിന് അതൊരു പരീക്ഷണം തന്നെയാണ്.
തീർച്ചയായും ലാലിമുകൾ, അള്ളാഹു ഉപയോഗിച്ച വാക്ക് നോക്കൂ നിങ്ങൾ, വ ഇന്ന ലാലിമീന. നമ്മൾ നേരത്തെ പഠിച്ചു ജഹലുള്ളവനാണ് ലാലിം, ജാഹിലാണ് ലാലിം. വ ഇന്ന ലാലിമീന ലഫീ ശിഖാഖിൻ ബഈദ്. തീർച്ചയായും ലാലിമുകൾ വ്യക്തമായ കക്ഷിത്തിരിവിലാകുന്നു, വ്യക്തമായ ഗ്രൂപ്പിസത്തിലാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ഭാഷാന്തരം ചെയ്യാം. വിദൂരമായ ഗ്രൂപ്പിസം, വിദൂരമായ കക്ഷിത്വം, അതിലാണ് ആര്? ലാലിമുകൾ അഥവാ ജാഹിലുകൾ. അതിന് രണ്ട് കാരണമുണ്ട് എന്നാണ്. ഒന്നാമത്തെ കാരണം ഫീ ഖുലൂബിഹിം മറളുൻ, ഹൃദയത്തിൽ ഈമാനിന് പകരം രോഗമാണ്, ഒരു തരം സൂക്കേട്. ശരിയായ ഈമാനില്ല, തഖ്വയില്ല, ഖുശൂഇല്ല, ഭക്തിയില്ല. രണ്ടാമത്തത് വൽ ഖാസിയത്തി ഖുലൂബുഹും, ഹൃദയം കടുത്തുപോയി, ഹൃദയം കടുത്തുപോയി. ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു പോയിന്റ് കിട്ടും. എന്താ കിട്ടുക? അറിവുള്ളവന്റെ ഹൃദയം ലോലമായിരിക്കും. രണ്ട്, അറിവുള്ളവന്റെ ഹൃദയത്തിൽ രോഗമുണ്ടാവുകയില്ല. ഖുർആൻ ശിഫയാവുന്ന എന്തുകൊണ്ടാണ്? ഖുർആൻ വിജ്ഞാനമാണ്. ആ അറിവ് ശരിക്ക് കൈമുതലാക്കിയവന്റെ ഹൃദയ രോഗങ്ങളൊക്കെ ഇല്ലാതാവും. എന്നാൽ ഇതിനെ തെറ്റായി ഉപയോഗിക്കുന്നവന് സൂക്കേട് കൂടും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ഈ ഖുർആൻ ളാലിമുകൾക്ക് നഷ്ടം വർദ്ധിപ്പിക്കും, അവർക്ക് നഷ്ടം വർദ്ധിപ്പിക്കും. ഒരു മരുന്നിനെ വേണ്ട രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുക ചെയ്യാം, രോഗം മൂർച്ഛിക്കും, ചിലപ്പോൾ മരിച്ചു തന്നെ പോവും. ഒരു മരുന്നിനെ ശരിയായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ രോഗം അധികമാവുന്ന മാത്രമല്ല മരിച്ചു പോവും. നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ലേ, ചെറിയ ചെറിയ രോഗങ്ങൾ ഇപ്പൊ എത്ര വലിയ രോഗങ്ങളായി മാറി. ചെറിയ ചെറിയ അബദ്ധങ്ങൾ വലിയ ക്യാൻസറുകളായി സമൂഹത്തിൽ പടർന്നു പന്തലിക്കുന്നില്ല. എന്താ കാരണം? അറിവിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം, എങ്ങനെ പ്രയോഗവൽക്കരിക്കണം എന്ന് അറിയാതെ കൃത്യമായ ളുൽമ് ചെയ്തതുകൊണ്ട്, ഹൃദയത്തിൽ ഖുശൂഉം ഭക്തിയും ഇല്ലാതെ കടുത്ത സമീപനങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ അള്ളാഹു പറയാണ്, പിശാച് ഇട്ടുതരുന്ന വേദവാക്യങ്ങളെ ദുർവ്യാഖ്യാനിക്കാനും മറ്റുമുള്ള പിശാചിന്റെ ഈ തന്ത്രങ്ങളിൽ ഹൃദയത്തിൽ രോഗമുള്ളവനും കടുത്ത ഹൃദയമുള്ള ആളുകളും പെട്ടുപോകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാം അറിയുന്ന സൃഷ്ടാവാണല്ലോ, അവനെല്ലാം അറിയുന്നു, അവൻ അഗാധജ്ഞനാണ്, അങ്ങേയറ്റത്തെ വിജ്ഞാനത്തിന്റെ അറിവിന്റെ എല്ലാ ഉടമസ്ഥനും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ നല്ലതിൽ നിന്ന് ചീത്തയെയും ചീത്തയിൽ നിന്ന് നല്ലതിനെയും ജീവനുള്ളതിൽ നിന്ന് ഇല്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ഉള്ളതിനെയും പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. ഒരേ വചനം ഒരു സമൂഹത്തിന് ഫിത്നയാണെങ്കിൽ മറ്റൊരു സമൂഹത്തിന് അത് വിജ്ഞാന വർധനവാക്കി അല്ലാഹു മാറ്റും. അതാണ് രണ്ടാമത് പിന്നെ പറയുന്നത്, വലിയഅലമല്ലദീന ഊതുൽ ഇൽമ. എന്നാൽ അറിവുള്ള ആളുകൾ പഠിച്ചു മനസ്സിലാക്കും. ഊത്തുൽ ഇൽമപ്പെട്ട വിജ്ഞാനമുള്ള അറിവ് നൽകപ്പെട്ട ആളുകൾ ശരിക്ക് അറിയും, മനസ്സിലാക്കും. ഈ വചനത്തിൽ എന്താണുള്ളത്, വേദവാക്യത്തിൽ എന്താണുള്ളത്, പ്രവാചകന്റെ ഹദീസിൽ എന്താണുള്ളത് എന്നവർ ശരിക്ക് മനസ്സിലാക്കും. വലിയഅലമല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക്, ഇത് അല്ലാഹുവിൽ നിന്നുള്ള സത്യമാണ്. എന്നിട്ടോ ഫയുമിനൂ ബിഹി, എന്നിട്ടതിൽ വിശ്വസിക്കും. അപ്പൊ അയാളെ ഈമാനിലേക്ക് നയിച്ചത് എന്താണ്? അറിവാണ്. വലിയഅലമല്ലദീന, ഇൽമിനെ മുന്തിപ്പിച്ചു, ഇൽമിനെ മുന്തിപ്പിച്ചു. വലിയഅലമല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക ഫയുമിനൂ ബിഹി. then എന്നാണ് അവിടെ ഫ എന്നത് ഉപയോഗിച്ചത്. then they believe in it, എന്നിട്ട് അവർ ആ വചനത്തിൽ വിശ്വസിക്കും. അപ്പൊ അവിടെ ഫ, അതിനുശേഷം. അപ്പൊ അറിവിന് ശേഷമാണ് ഈമാൻ ഉണ്ടാകുന്നത്, അറിവിന് ശേഷമാണ് ഈമാൻ ഉണ്ടാകുന്നത്. ശരിയായ അറിവ്, ഈ അറിവാണ് ഈമാനിലേക്ക് നയിക്കുന്നത്. അറിവില്ലായ്മയോ കുഫറിലേക്ക് നയിക്കും, ജഹാലത്തിലേക്ക് നയിക്കും, അധർമ്മത്തിലേക്ക് നയിക്കും, അവൻ ലാലിമായി തീരും. ഇതാണ് ഈമാനും അറിവും തമ്മിലുള്ള ബന്ധം. അതിനാണ് ഞാൻ ഈ വചനങ്ങളെ നിങ്ങളുടെ മുന്നിൽ നൽകിയത്. സൂറത്തുൽ ഹജ്ജിലെ നേരത്തെ പറഞ്ഞ 52, 53, 54 വചനങ്ങൾ വല്ലാത്തൊരു കോമ്പിനേഷനുള്ള വചനാണ്. ഇത് ഒരു വിഷയമല്ല, 100 കണക്കിന് സബ്ജക്റ്റുകൾ ഈ 3 ആയത്തുനിന്ന് പുറത്തു വരാൻ സാധിക്കും. 100 കണക്കിന് സബ്ജക്റ്റുകൾ, അത്രക്ക് ബൃഹത്തായ എല്ലാ ആയത്തും അങ്ങനെ തന്നെയാണ്. ഈ 3 വചനങ്ങൾ അതിൽപ്പെട്ടതാണ്. അതിൽ നമ്മൾ ഈ ആയത്തിനെ തെളിവാക്കുന്ന എന്തിനു വേണ്ടി മാത്രം? അറിവും സത്യവിശ്വാസവും എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു,
എപ്പോഴാണ് ലാലിമായി തീരുന്നത്? അത് ജഹാലത്ത് കൊണ്ടാണ്. അങ്ങനെ ജഹാലത്തുള്ള ആളുകളുടെ ഹൃദയത്തിന്റെ അവസ്ഥ തുടങ്ങിയ വിഷയങ്ങളാണ് നമുക്കിതിൽ നിന്ന് കിട്ടാനുള്ളത്. അപ്പോൾ യഥാർത്ഥ അറിവ് മനുഷ്യനെ ഈമാനിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഒരു ബാബ് തന്നെ, ഒരു അധ്യായം, ഒരു ഹെഡിങ് അത് കൊടുത്തത് എന്താണെന്നറിയുമോ? ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമലി. അറിവിന്റെ അധ്യായം. എപ്പോഴാണ് അറിവ് നേടേണ്ടത്? ഖബ്ലൽ ഖൗലി, ഒരു കാര്യം പറയുന്നതിന് മുമ്പ്, വൽ അമലി, ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പും. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് അതിൽ അറിവുണ്ടാവണം. ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അതിൽ അറിവുണ്ടാവണം. എന്നിട്ട് അദ്ദേഹം ഖുർആനിൽ നിന്ന് അതിനൊരു തെളിവ് കൊണ്ടുവരാണ്. ഖുർആനിൽ നിന്ന് ഒരു തെളിവ് കൊണ്ടുവരാണ്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ സബ്ജക്റ്റ്. നമ്മൾ ഒന്നാമത് പഠിച്ച എന്താണ്? ഇന്ന് പഠിച്ച വിഷയത്തിൽ ഒന്നാമത്തെ എന്താണ്? സത്യവിശ്വാസിയും അറിവും തമ്മിലുള്ള ബന്ധം. രണ്ടാമത് പഠിച്ച പോയിന്റ് എന്താണ്? എങ്ങനെയാണ് ഇൽമും ഈമാനും എന്ത് കാരണം കൊണ്ടാണ് ചേർത്ത് പറഞ്ഞത് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ സബ്ജക്റ്റ്, ഇവിടെ ഇമാം ബുഖാരി പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ വിഷയത്തിൽ തെളിവ് കൊണ്ടുവരാണ്. ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പായി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിവ് നേടിയിരിക്കണം. എന്നിട്ട് ഈ ബാബ് ഹെഡിങ് കൊടുത്തിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നത് സൂറത്തുൽ മുഹമ്മദിലെ 19ാമത്തെ വചനമാണ്. സൂറത്തു മുഹമ്മദിലെ 19ാമത്തെ വചനം അതേതാ? നമുക്കൊക്കെ അറിയാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇവിടെ പറയുന്നത് ഫഅലം, നീ അറിയണം, നീ അറിവ് നേടണം. എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നത് അറിയണം. ഹദീസിൽ വന്നില്ലേ, മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അറിഞ്ഞുകൊണ്ട് മരിച്ചാൽ സ്വർഗത്തിലാണ്. അതവിടെ പ്രത്യേകം വഹു യഅലമു എന്ന് പറയാനുള്ള കാരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞാൽ എന്തെല്ലാം അയാളിൽ ഉണ്ടാവുമോ അതൊക്കെ അയാളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അയാൾ സ്വർഗത്ത് പോകുന്നത്. ഇല്ലെങ്കിലോ അയാൾ ജാഹിൽ തന്നെയാണ്, സംശയമല്ല. അപ്പൊ ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ആയത്തിനെ തെളിവാക്കുന്നു. ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന വിഷയം നിങ്ങൾ അറിയണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ബോധ്യമാവും എന്താണെന്നറിയോ? തന്റെ പോരായ്മയാണ്. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുന്നതോടുകൂടി അവൻ അള്ളാഹുവിനെ കുറിച്ച് അങ്ങേയറ്റത്തെ ഒരു ധാരണയിലെത്തുന്നു. തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ അബദ്ധങ്ങളെയും വലിയ ഒരു വിഷയമായി അയാൾക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. താങ്കളുടെ പാപത്തിന് ഇസ്തിഗ്ഫാർ നടത്തിക്കോന്ന്. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, മുഹമ്മദ് നബിയെ താങ്കൾ ചെയ്ത പാപങ്ങൾക്ക് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോന്ന്. റസൂലുള്ള ചെയ്ത ഏത് പാപാണ് നമ്മൾ ഹദീസിൽ കണ്ടിട്ടുള്ളത്? ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസത്തിൽ 100-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. ഹദീസിൽ വന്നിട്ടുണ്ട്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈ നമസ്കാരത്തിന് ശേഷമായിരുന്നു 100 തവണ ഇസ്തിഗ്ഫാർ നടത്തിയത്. കാണുന്ന ഒരാൾ ചിലപ്പം വിചാരിക്കും രാത്രി എന്തോ തെറ്റ് ചെയ്തിട്ടാണ് നേരം വെളുത്ത ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ പറയുന്നത്. എന്നാൽ ആ റസൂലുള്ളാന്റെ രാത്രി എങ്ങനെയായിരുന്നു? കാലിൽ നീര് വരുവോളം നിന്ന് നമസ്കരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ ചൊല്ലിയ ദുആകളുണ്ടല്ലോ, ആ ദിക്റുകളും ദുആകളും നമ്മുടെ ജീവിതത്തിൽ മനസ്സറിഞ്ഞ് അങ്ങനെ ഒരു ദുആ നമ്മൾ നടത്തിയിട്ടുണ്ടാവില്ല. നമ്മുടെ ഈ ആയുസ്സിനിടക്ക്
അതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, സുലഭമാണ്. പക്ഷെ നമ്മുടെ ആയുസ്സിനിടക്ക് മനസ്സറിഞ്ഞുകൊണ്ട് അത്തരമൊരു ദുആ നമ്മൾ നടത്തിയിട്ടുണ്ടാവില്ല. നിങ്ങൾ തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രാരംഭ ദുആ ശേഖരിച്ച ഗ്രന്ഥങ്ങളൊന്ന് പരിശോധിച്ചാൽ അത്രക്ക് ബൃഹത്തായ, അങ്ങേയറ്റത്തെ ഒരു ദൈവദൂതനല്ലാതെ അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. ഹൃദയം അത്രയും പരിശുദ്ധവും കളങ്കവും നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ഹൃദയത്തിൽ നിന്നും നാവിൽ നിന്നുമല്ലാതെ തത്തുല്യമായ വാക്കുകൾ വരികയില്ല. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ അങ്ങേയറ്റം അടുത്തറിഞ്ഞ ഒരു ആത്മാവിനല്ലാതെ അങ്ങനെ പറയുക സാധ്യമല്ല. അങ്ങനെയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയാണ് അതെങ്കിൽ പിന്നെ ചൊല്ലുന്ന ഫാത്തിഹയും അതിനുശേഷം ഓതുന്ന പരിശുദ്ധ ഖുർആനിലെ സുദീർഘമായ ഗംഭീരമായ വചനങ്ങളും എത്രയാണ്, തീർന്നില്ല. റുകൂയിലും സുജൂദിലും ഇടയിലിരുത്തത്തിലും അതുപോലെ തന്നെ അവസാന അത്തഹിയാത്തിലും റസൂല് ചൊല്ലിയ ദുആകൾക്ക് കണക്കില്ല. എന്നിട്ട് സുബൈയെ ആയിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് പറയണം റസൂലുള്ള നിസ്കാരം നിർത്താൻ. എന്നിട്ടോ സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. അത് കഴിഞ്ഞ് മദീന പള്ളിയിൽ വന്ന് തഖ്വയിൽ ഉന്നതി പൂണ്ട ഒരു സമൂഹത്തിന് ഇമാമായി നേതൃത്വം നൽകുകയാണ്. അതിനുശേഷമാണ് അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് 100-ലധികം തവണ പറയുന്നതെങ്കിൽ തൗഹീദ് മനസ്സിലാക്കിയതിന്റെ അടയാളാണത്. തൗഹീദ് മനസ്സിലാക്കിയവന് അങ്ങനെ അല്ലാതെ സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചോ പിന്നെ ഇസ്തിഗ്ഫാർ നടത്തിക്കോ എന്ന് പറഞ്ഞാൽ എന്താ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുക. അതറിഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞു. പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒറ്റ വാക്കേ വരൂ, റബ്ബേ പുറത്തു തരണേ പഠിച്ചോനെ. എന്റെ ജീവിതം എന്തായിരുന്നു, എന്റെ രാവ്, എന്റെ പകലുകൾ, എന്റെ ദിനരാത്രങ്ങൾ, എന്റെ രഹസ്യങ്ങൾ, എന്റെ പരസ്യങ്ങൾ എന്തായിരുന്നു റബ്ബേ പടച്ചോനെ, എനിക്ക് നീ പുറത്തു തരണമേ. ഇത് മാത്രമായിരിക്കും പിന്നെ ഒരു സത്യവിശ്വാസിക്ക് പറയാനുണ്ടാവുക. അപ്പോൾ അറിവിന് ശേഷം പ്രവൃത്തി, അറിവാണ് യഥാർത്ഥ പ്രവൃത്തിയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങളിൽ നമുക്ക് കാണാം അള്ളാഹു ആ വചനങ്ങളൊക്കെ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഇഅ്ലമൂ എന്ന് പറഞ്ഞുകൊണ്ടാ. ഇഅ്ലമൂ നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, സൂറത്തുൽ ബഖറ 209-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നത് ഫഅലമൂ നിങ്ങൾ അറിയണം അന്നല്ലാഹ അസീസുൻ ഹകീം, അള്ളാഹു പ്രതാപിയാണ്, അഗാധജ്ഞനാണ്. അള്ളാഹുവിന്റെ 2 സിഫത്തുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നല്ലാഹ അസീസുൻ ഹകീം എന്ന് പറയുന്നതും ഫഅലമൂ അന്നല്ലാഹ അസീസുൻ ഹകീം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് അള്ളാഹു അസീസും ഹക്കീമുമാണ്, പക്ഷേ അത് നമ്മൾ അറിയുക കൂടി ചെയ്താലോ അപ്പോൾ അതിന് അർത്ഥം കൂടി. അതുകൊണ്ട് അള്ളാഹു പറയാണ് നിങ്ങളത് മനസ്സിലാക്കുകയും വേണം, നിങ്ങളത് മനസ്സിലാക്കണം. സൂറത്തുൽ മാഇദയിലെ 34-ൽ കാണാം ഫഅലമൂ അന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറുർ റഹീമാണ്. ഇതൊക്കെ ഈ ആയത്തുകൾ അവസാനിപ്പിക്കുന്നതാണ്. സൂറത്തുൽ മാഇദയിലെ 34-ാണ് ഇപ്പൊ പറഞ്ഞത്. സൂറത്തുൽ ബഖറയിലെ 209 നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതുപോലെ ധാരാളം വചനങ്ങൾ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അത് ഇഷ്ടം പോലെ കാണാം. അതുപോലെ തന്നെ ആയത്തിന്റെ തുടക്കത്തിൽ വന്നത് വേറെയുണ്ട്. സൂറത്തുൽ ഹുജുറാത്തിലെ 7-ാമത്തെ വചനം നോക്കൂ, വഅലമൂ അന്ന ഫീക്കും റസൂലുള്ളാഹ്, നിങ്ങൾ അറിയണം അന്ന ഫീക്കും റസൂലല്ലാഹ്, നിങ്ങളിലുള്ളത് ആരാന്നറിയണം, റസൂലാണ്. അപ്പം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് ശരിക്കറിയണം, മുഹമ്മദ് നബി ആരാണ് എന്ന് ശരിക്ക് അറിയുകയും മനസ്സിലാക്കുകയും വേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൂറത്തു തഗാബുനിലെ 28 വഅലമൂ അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ ധനവും നിങ്ങളുടെ മക്കളും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷണമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഹദീദിലെ 17 അതുപോലെ 19 തുടങ്ങിയ വചനങ്ങളിലൊക്കെ ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുവൻ. അപ്പൊ ധാരാളം വചനങ്ങളുടെ തുടക്കത്തിലും ധാരാളം വചനങ്ങളുടെ ഒടുക്കത്തിലും ഇഅ്ലമൂ ഇഅ്ലമൂ അറിയണം 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 എന്ന വാക്കുകൾ ആവർത്തിച്ച് വരുന്നത് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? അറിവ് നേടിക്കൊണ്ട് ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന് കൂടുതൽ അർത്ഥം ഉണ്ടാകുന്നത്.
അപ്പോൾ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അറിവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരു സബ്ജക്റ്റിന്റെ വ്യത്യസ്ത തെളിവുകളാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച സബ്ജക്റ്റ് എന്താണ്? അതെ, സത്യവിശ്വാസിയും അറിവും തമ്മിലുള്ള ബന്ധം. കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് മനുഷ്യനും അറിവും തമ്മിലുള്ള ബന്ധം. ഇത് രണ്ടും കൂടി ഒത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടല്ലോ. ഇത് രണ്ടും കൂടി ഒത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടതില്ല. കാരണം ഒന്നാമത്തെ മനുഷ്യൻ തന്നെ ഒന്നാമത്തെ നബിയാണ്. ആ മനുഷ്യനിൽ നിന്നാണ് മതം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യൻ തന്നെയാണ് ഒന്നാമത്തെ നബി. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ഫിത്രത്താണ് എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം. അപ്പോ മനുഷ്യൻ എന്നുള്ള നിലക്കും നമുക്ക് അറിവ് ഒഴിച്ചുകൂടാൻ പറ്റൂല. അതുപോലെ തന്നെ ആദം നബിയുടെ മക്കൾ എന്നുള്ള നിലക്കും നമുക്ക് വിജ്ഞാനത്തെ മാറ്റി നിർത്തുക സാധ്യമല്ല. അപ്പൊ സത്യവിശ്വാസിയും ഈമാനും തമ്മിലുള്ള ബന്ധമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുള്ള 3 തെളിവുകൾ നമ്മൾ പറഞ്ഞു. ഒരു തെളിവ് എന്താണ്? നിങ്ങൾ അധ്യായം പറഞ്ഞിട്ടില്ലെങ്കിലും ആ അധ്യായത്തിലുള്ള ആ ആയത്തിലുള്ള ആശയം പറഞ്ഞാൽ മതി. എന്താണ്? ഒന്നിലധികം വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെയും അറിവിനെയും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ചിലയിടങ്ങളിൽ ഈമാൻ എന്ന് ഉപയോഗിക്കാതെ തന്നെ സത്യവിശ്വാസികളുടെ പര്യായ പദമായി ഊത്തുൽ ഇൽമ് എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നു. മൂന്നാമത് നമ്മൾ പഠിച്ച പോയിന്റ് എന്തുകൊണ്ടാണ് ഇൽമിനെ ഈമാനുമായി ചേർത്ത് പറഞ്ഞത്, അഥവാ അറിവാണ് യഥാർത്ഥ ഈമാനിലേക്ക് നമ്മളെ നയിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊടുത്ത ഹെഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചത്. അതിന് അദ്ദേഹം കൊണ്ടുവന്ന തെളിവ്, സാക്ഷ്യം പരിശുദ്ധ ഖുർആനിലെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. പിന്നെ നമ്മൾ അതിന് ഉപോത്ബലകമായ തെളിവുകളായിട്ടാണ് പിന്നെ ലാസ്റ്റ് പറഞ്ഞത്. എന്ത്? പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യങ്ങൾ നമുക്ക് ധാരാളം കാണാം. വഅലമു, ഫഅലമു, ഇഅലം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വചനങ്ങൾ ഇതൊക്കെ അറിവിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമയമുണ്ടല്ലേ? അല്ലേ? ശരി. അതെ, നമ്മളിപ്പോൾ അവതരിപ്പിച്ച അഥവാ ചോദിക്കപ്പെട്ടത് അറിവില്ലാത്തവൻ സത്യവിശ്വാസിയാവുകയില്ലേ? സാധ്യമല്ല. കാരണം ഒന്നാമത്തെ അറിവ് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തവൻ സത്യവിശ്വാസിയാവുകയില്ല. ഇനി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും മനസ്സിലാക്കി, എന്നാൽ മറ്റൊരുപാട് വിഷയങ്ങളിൽ അറിവില്ലാതെ അയാൾക്ക് അബദ്ധങ്ങൾ വന്നുകൊണ്ടിരുന്നാൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അയാളുടെ തൗഹീദിന്റെ ഈമാനിന്റെ കമാലിനെ, സമ്പൂർണതയെ അത് ബാധിക്കും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ സത്യവിശ്വാസിയല്ല. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം ശരിക്കും മനസ്സിലാക്കി പഠിച്ച ഒരു മുവഹിദായ വ്യക്തി തന്നെ മറ്റു വിഷയങ്ങളിൽ അയാൾക്കുണ്ടാകുന്ന അജ്ഞത അയാളുടെ ഈമാനിന്റെ സമ്പൂർണതയെ ബാധിക്കും. അതുകൊണ്ടാണ് അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും. ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും. ചില ഹദീസുകളിൽ കാണാം, എന്താ? ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനല്ല ഇങ്ങനെയൊക്കെ ചെയ്തവൻ. പക്ഷെ അതൊക്കെ വൻ പാപങ്ങളായിരിക്കും, അതല്ലെങ്കിൽ അതുപോലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ. പക്ഷെ അത് ചെയ്താൽ അയാൾ സത്യവിശ്വാസി അല്ല, ഇസ്ലാം എന്ന് പുറത്താണെന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉദാഹരണത്തിന് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന ഒരാൾ അങ്ങനെ ചെയ്ത അവൻ ഇസ്ലാം എന്ന് പുറത്താണെന്നാണ് അതിന്റെ അർത്ഥം? അല്ല. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു അത് ഈമാനിന്റെ പൂർണ്ണതയെ ബാധിക്കുന്നതിനാൽ അവൻ മുഅ്മിനല്ല എന്ന് പറയുകയാണ്. അത് ഈമാനിന്റെ പൂർണ്ണതയെ ബാധിക്കും. കാരണം അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഈമാൻ 70-ൽ പരം ശാഖകളാണ്. മറ്റൊരു റിവായത്തിൽ ഔ സിത്തൂന 60-ൽ പരം എന്നാണ്. അഫ്ളൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതോടുകൂടി അയാൾ ഇസ്ലാമിൽ വന്നു.
താഴെയുള്ളത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്. അത് അറിയാത്തൊരു വ്യക്തി അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാത്തൊരു വ്യക്തിയുടെ തൗഹീദിന്റെ ഈമാനിന്റെ കമാലിൽ കുറവ് വരും. അപ്പോ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ശിക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ പുറത്തു കൊടുത്തേക്കാം. അതുകൊണ്ടാണ് ഈമാനിന്റെ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കണികയെങ്കിലുമുള്ള ആളുകൾ അവസാന നരകത്തിൽ നിന്ന് എവിടെ വരും? സ്വർഗത്തിൽ വരും. അപ്പോൾ അവർ നരകത്തിൽ പ്രവേശിച്ചത് ഇസ്ലാമെന്ന് പുറത്തു പോയത് കൊണ്ടല്ല, പിന്നെ അവരുടെ ഈമാനിന്റെ തൗഹീദിന്റെ വിശ്വാസത്തിന്റെ കമാലിനെ ബാധിച്ചതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇത്രയും വിവരിച്ചതിൽ നിന്ന് ഒരു സംഗതി മനസ്സിലായി. ഒന്നെങ്കിൽ തൗഹീദ് തന്നെ തീരെ ഇല്ലാതെയാവുന്നത്, അല്ലെങ്കിൽ ഈമാനിന്റെ തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്നതൊക്കെ എന്താണ്? യഥാർത്ഥത്തിൽ അറിവില്ലായ്മയാണ്. അപ്പോൾ നമ്മൾ നേടിയ അറിവനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന കാലത്തോളം നമ്മൾ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എവിടെയെല്ലാം അറിവില്ലായ്മ കൊണ്ട് നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നുവോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുവോ അവിടെയെല്ലാം ഈമാനിന്റെ പൂർണ്ണത കുറഞ്ഞുകൊണ്ടിരിക്കും, അതിന്റെ കമാലിനെ അത് ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അറിവ് തന്നെയാണ് എവിടെയും പ്രധാനം. ശരി, അപ്പോൾ അറിവും ഈമാനും തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെട്ടതാണെങ്കിൽ, അറിവും മനുഷ്യ സൃഷ്ടിപ്പും തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെട്ടതാണെങ്കിൽ, അപ്പൊ അറിവ് നേടൽ നമുക്ക് എന്തായി? നിർബന്ധമായി. അതുകൊണ്ടാണ് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. വേറെയും റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതിന്റെ ചില റിവായത്തുകളിൽ ദുർബലതകൾ ഉണ്ടെങ്കിലും അതിന്റെ മജ്മൂ ആയ തുറക്കുകൾ പരിശോധിച്ച പണ്ഡിതന്മാർ ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണ്, സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയവരാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. ചില ആളുകൾ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്ത് എന്ന് പറയാറുണ്ട്. മുസ്ലിമത്ത് എന്ന പദം എവിടെയും വന്നിട്ടില്ല, സ്വഹീഹായ എവിടെയും വന്നിട്ടില്ല. അത് ആളുകളുടെ നാവിൽ അങ്ങനെ വന്ന് ശീലമായതാണ്, അത് നമ്മൾ ഒഴിവാക്കണം. ഈ ഹദീസിന്റെ ലഫ്ളിൽ എത്രയേ ഉള്ളൂ? ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അറിവ് നേടൽ ഫർളാകുന്നു എല്ലാ മുസ്ലിമിനും. എല്ലാ മുസ്ലിമിനും അറിവ് നേടൽ ഫർളാകുന്നു. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരിൽ നിന്ന്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ത്വലബുൽ ഇൽം, അറിവ് നേടുക, ഫരീളത്തുൻ അതെന്താണ്? ഫർളാണ്. അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും. എന്താ ഫർള് എന്ന് പറഞ്ഞാൽ? വാജിബ് എന്ന് പറഞ്ഞാൽ? വാജിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കാൻ പാടില്ലാത്തത്. അതിനല്ലല്ലേ നിർബന്ധം എന്ന് പറയാ? ശിക്ഷ ഉണ്ടാവില്ലാന്നോ വാജിബ് ഒഴിവാക്കിയാലോ? ശരി, എന്നാ അതിനെക്കുറിച്ച് ഒരല്പം പറയാം. അത് ഈ ഹദീസ് ചർച്ച ചെയ്യുന്നിടത്തിൽ പറയാതെ നിർവാഹമില്ല. ശരി, ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ, ഇമാം ഷൗക്കാനി അദ്ദേഹം പറയുകയാണ്, അൽ വാജിബു ഫിൽ ഇസ്തിലാഹ്. വാജിബ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ വാജിബ് എന്ന് പറഞ്ഞാൽ മാ യുംദഹു ഫാഇലുഹു വയുദമ്മു താരിഖുഹു, ചെയ്യുന്നവൻ പ്രശംസാർഹനും ഒഴിവാക്കുന്നവൻ ആക്ഷേപാർഹനുമാണ്. അങ്ങനെയുള്ള സംഗതിയാണ്. ഒഴിവാക്കിയാൽ അത് ആക്ഷേപിക്കപ്പെട്ടതാണ്, ചെയ്താൽ അയാൾ പ്രശംസിക്കപ്പെടുന്നവനുമാകുന്നു. വയുറാദിഫുഹു അൽ ഫർള്, അതിന്റെ പര്യായ പദമാണെന്ത്? ഫർള്. അപ്പൊ വാജിബിന്റെ പര്യായ പദമാണ് ഫർള്. ഇൻദൽ ജുംഹൂർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർക്കിടയിലും വാജിബ് എന്ന് പറഞ്ഞാലും ഫർള് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എന്നാൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, വഖീല അൽ ഫർളു മാ കാന ദലീലുഹു ഖത്ഇയ്യ വൽ വാജിബു മാ കാന ദലീലുഹു വന്നിയ്യൻ. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഫർള് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ദലീല് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ്, ഷക്കിന്റെ പ്രശ്നം തന്നെയല്ല.
അങ്ങനെയുള്ളതിനാണ് ഫർള് എന്നറിയാം. ഇപ്പൊ 5 നേരത്തെ നമസ്കാരം, റമദാനിലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ വളരെ സ്പഷ്ടമാണ്, പകൽ വെളിച്ചം പോലുള്ളതാണ്. അതിനാണ് ഫർള് എന്ന് പറയാ. എന്നാൽ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർബന്ധമാവാം എന്ന അടിസ്ഥാനത്തിൽ പറയുന്നതിനെ, ലന്നിയായതിനെ വാജിബെന്നും പറയുന്നു. എന്നാൽ ഇത് വിദൂരമായ ഒരു വ്യാഖ്യാനം മാത്രമാണ്. വൽ അവ്വലു ഔല, ആദ്യം പറഞ്ഞതാണ് ഏറ്റവും ശരി. ഫർള് എന്ന് പറഞ്ഞാലും വാജിബ് എന്ന് പറഞ്ഞാലും ചെയ്യൽ നിർബന്ധമായതാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ കുറച്ചുകൂടി പറഞ്ഞു. ഇത് അദ്ദേഹം പറഞ്ഞത് അതിനെ ഒന്നുകൂടി പൂർത്തീകരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി അതിന് ഒരു അഭിപ്രായം പറഞ്ഞു. ഫൽ ഫർളു ഇൻദൽ ജുംഹൂർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർക്കിടയിലും ഫർള് എന്ന് പറഞ്ഞാൽ ഹുവ മാ തലബ അശ്ശാരിഉ ഫിഅലഹു അലാ വജ്ഹിൽ ലുസൂമി ബിഹൈസു യുദമ്മു താരികുഹു വമഅ അദ്ദമ്മി അൽ ഇഖാബ്. മതം, ശരീഅത്ത് അല്ലെങ്കിൽ ശരീഅത്ത് നടപ്പിലാക്കിയ അള്ളാഹു അല്ലെങ്കിൽ പ്രവാചകൻ നമ്മളിൽ നിന്ന് നിർബന്ധമായും ആവശ്യപ്പെടുന്നതിനെ, ഒഴിവാക്കാൻ പാടില്ല എന്ന നിലക്ക് ആവശ്യപ്പെടുന്നതിനെ വാജിബ് അല്ലെങ്കിൽ ഫർള് എന്ന് പറയുന്നു. അത് ഒഴിവാക്കുന്നവൻ ആക്ഷേപാർഹനാണ് എന്നതോടൊപ്പം തന്നെ അതിന്റെ ശിക്ഷയും അയാൾക്ക് ലഭിക്കുന്നതാകുന്നു. എന്നാൽ അത് പ്രവർത്തിക്കുന്ന ആളോ, അയാൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തിന് സവാബ് ഉണ്ടാവുകയും ചെയ്യും, പ്രതിഫലമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിർബന്ധമായും മതം നമ്മളിൽ നിന്ന് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതെന്തോ അതാണെന്ത്? ഫർള്. അതിന്റെ മുത്തറാദിഫായ മറ്റൊരു പദം ആണെന്ത്? വാജിബ്. രണ്ടും ഏകദേശം ഒരേ ആശയത്തെ കുറിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞ ഒരു അഭിപ്രായം കൂടി ഈ വിഷയം വ്യക്തമാവാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫർള് എന്ന് പറയുമ്പോൾ വാജിബിനേക്കാൾ കുറച്ചുകൂടി ഗൗരവം കൂടിയതാണ്. ഞാനൊരു ലളിതമായ ഉദാഹരണം പറഞ്ഞുതരാം. 5 നേരം ജമാഅത്തായി നമസ്കരിക്കൽ പുരുഷന്മാർക്ക് എന്താണ്? വാജിബാണ്. എന്നാൽ ഉദറുണ്ടെങ്കിലോ? ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ചില ഉദറുണ്ടല്ലോ, അത് വന്നാൽ വാജിബാണോ? അത് വന്നാൽ വാജിബാണോ? ഇപ്പൊ ശക്തമായ മഴ, ജമാഅത്തായ നിസ്കാരം ഉണ്ടോ? ഇല്ല. ശക്തമായ രോഗം ഉണ്ടോ? ഇല്ല. എന്നാൽ നിസ്കാരം എന്ന് പറഞ്ഞ ആ അമലോ, അത് നിങ്ങൾ മഴ പെയ്താലും ശരി, രോഗിയാണെങ്കിലും ശരി, നിർവഹിച്ചേ പറ്റൂ. അപ്പോൾ വാജിബും ഫർദും തമ്മിൽ ഈ ഒരു വ്യത്യാസം കൂടി പണ്ഡിതന്മാർ ചിലർ പറഞ്ഞിട്ടുണ്ട്. വാജിബ് ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഒഴിവാക്കാം. ഉദാഹരണത്തിന് താടി വെക്കൽ വാജിബാണ്. ഒരാൾക്ക് മുളച്ചില്ല, എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല. എന്നാൽ അതുപോലെയാണോ റമദാനിൽ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരാൾക്ക് നോമ്പ് വിൽക്കണ്ടേ? ഒരു രക്ഷയില്ല, നോമ്പ് നോറ്റേ മതിയാവും. അപ്പോ വാജിബ് എന്ന വിഷയങ്ങളിൽ ചിലപ്പം ചില ഉദറുകൾ കാരണം മാറ്റിവെക്കാൻ സാധിച്ചേക്കാം. എന്നാൽ മറ്റത് ഫർളിനത് പറ്റൂല, അത് ചെയ്തേ മതിയാവും. ഇപ്പൊ യാത്രക്കാരനും വെള്ളിയാഴ്ച ദിവസം ജുമാ എന്താണ്? വാജിബാണ് അല്ലേ? എന്നാ യാത്രക്കാരനാണെങ്കിലോ? അല്ല. പക്ഷെ അന്നും ളുഹർ നിസ്കരിച്ചിരിക്കണം. അതിലൊരു യാത്രയായാലും ശരി, വേറെന്താണെങ്കിലും ശരി. ഇങ്ങനൊരു വ്യത്യാസം കൂടി പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. രണ്ടാണെങ്കിലും വാജിബാണെങ്കിലും ഒരാൾ ഉദറില്ലാതെ ഒഴിവാക്കിയാൽ ശിക്ഷാർഹനാണ്. ഫർളിന്റെ കാര്യം പറയേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ധാരാളം സ്ഥലങ്ങളിൽ ഇത് മുത്തറാദിഫ് തന്നെയാണ്, പര്യായ പദങ്ങൾ തന്നെയാണ്. അപൂർവം ചില കേസുകളിൽ ഫർളിന് കുറച്ചുകൂടി ശക്തി ഉണ്ടാകുന്നു മാത്രം. അപ്പൊ ഇവിടെ ഉപയോഗിച്ച വാക്കെന്താണ്? ഫർള് എന്നതാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അതിനാണ് നമ്മൾ ഈ ഷാഹിദ് കൊണ്ടുവന്നത്, അതാണ് നമ്മൾ ഈ കൊണ്ടുവന്നത്. അപ്പോൾ അത് നമുക്ക്
ഫർളാണ്. ഇതിന് കുറച്ച് ഭാഗങ്ങളുണ്ട്, പറയാൻ സമയമുണ്ടോ? സമയമുണ്ട്. എന്നാൽ ഫർള് തന്നെ രണ്ടു വിധമുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയാണ്? യെസ്, ഫർളു ഐനും ഉണ്ട്, ഫർളു കിഫായ ഉണ്ട്. എന്താ ഫർള് ഐന് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തി ചെയ്യേണ്ടതാണ്. ഫർള് ഐൻ എല്ലാവരും ചെയ്തിരിക്കണം എന്നർത്ഥം. എന്നാൽ ഫർളു കിഫായ ആണെങ്കിലോ സമൂഹം ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. പണ്ഡിതന്മാർ ഇതിന് നൽകിയ വ്യാഖ്യാനത്തിൽ ഷെയ്ഖ് അഷ്ശങ്കീത്തി എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ, അൽവാഉൽ ബയാൻ ഒക്കെ എഴുതിയ പണ്ഡിതൻ, അദ്ദേഹത്തിന് ഉസൂലുൽ ഫിഖ്ഹിൽ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം വളരെ മനോഹരമായി അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിന്റെ ആശയം ഖുലാസ ഞാൻ പറഞ്ഞുതരാം. എന്താ അദ്ദേഹം പറഞ്ഞത്? ഫർളു ഐൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് ചെയ്യുന്ന ആ വ്യക്തിയിലേക്കാണ് നോക്കുന്നത്. ഇപ്പൊ 5 നേരത്തെ നമസ്കാരം ഇന്ന വ്യക്തി ചെയ്തോ, സിറാജ് ചെയ്തോ, ബഷീർ ചെയ്തോ, റഫീഖ് ചെയ്തോ, ഇത് അള്ളാഹു നോക്കും. അതാണ് ഫർളു ഐൻ. എന്നാൽ ഫർളു കിഫായ ആ പ്രവൃത്തി ചെയ്യപ്പെട്ടോ എന്നേ നോക്കുള്ളൂ. റഫീഖ് ചെയ്തോ ബഷീർ ചെയ്തോ എന്നത് വിഷയമല്ല. അതിന്റെ അർത്ഥം അവർക്ക് പ്രതിഫലമല്ല എന്നല്ല. പക്ഷെ വിഷയം അത് നടത്തപ്പെട്ട, ഉദാഹരണത്തിന് പള്ളിയിലെ ബാങ്ക്, 5 നേരത്തെ ബാങ്ക് എന്താണ്? ഫർളു കിഫായാണ്. നിങ്ങളെല്ലാവരും ബാങ്ക് കൊടുത്തോന്ന് അള്ളാഹു നോക്കൂല. പക്ഷെ പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ടോ അത് വിഷയാണ്. മനസ്സിലായില്ലേ? വളരെ ലളിതമായി അദ്ദേഹം പഠിപ്പിച്ചെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പ്രവൃത്തി ചെയ്ത ആ ശഖ്സിലേക്ക്, വ്യക്തിയിലേക്ക് നോക്കും. അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷയുമുണ്ട്. എന്നാൽ ഫർളു കിഫായ ആ അമല് ചെയ്യപ്പെട്ടോന്നേ നോക്കുള്ളൂ. മയ്യത്ത് നമസ്കാരം, അങ്ങനെ ഒരു കർമ്മം അവിടെ നിർവഹിക്കപ്പെട്ടോ, അത് ഉമർ ചെയ്താലും സെയ്ദ് ചെയ്താലും ഒക്കെ സമം തന്നെ. ആ പ്രവൃത്തി അവിടെ ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരാളെ സമീപത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ രക്ഷിക്കൽ എന്ത് പെട്ടതാ? ഫർളു കിഫായ എന്ന് പണ്ഡിതന്മാർ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഫർളു കിഫായാണ്. ആരും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയില്ല, എല്ലാവരും കുറ്റക്കാരാണ്. ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. എല്ലാവരും ശിക്ഷക്കാരാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ നാട്ടിലെ എല്ലാവരും, ജമാഅത്ത് തീർച്ചയായും അത് ഫർള്, അത് വാജിബ് എന്നല്ലേ. അത് ഒരു വിഭാഗം ചെയ്താൽ മറുവിഭാഗം രക്ഷപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ശിക്ഷിക്കപ്പെടും. അങ്ങനെ ഒരു പള്ളിയിൽ ജമാഅത്ത് നടത്താനുള്ള സൗകര്യവും പള്ളിയും കാര്യങ്ങളൊക്കെ ഒരു നാട്ടിലുണ്ടായിട്ട് ഒരു ജനത അവിടെ പോയി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ വീടുകൾ കത്തിച്ച് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് കൂടി പറഞ്ഞു, ഒരു തബ്സിറത്ത് കിട്ടാൻ വേണ്ടി. എന്താ പോയിന്റ് എന്നറിയോ? ഫർളു ഐന് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നിസ്കരിച്ചില്ല, അത് നിങ്ങൾക്ക് ശിക്ഷ കിട്ടുമോ? ഇല്ല. എന്നാൽ ഫർളു കിഫായ ആരും ചെയ്തില്ല, എല്ലാവർക്കും ശിക്ഷ കിട്ടും. അതാണ് അതിന്റെ വ്യത്യാസം. എന്നാൽ ഫർളു ഐന് ഒരാൾ ഒഴിവാക്കിയാൽ അതിന് വേറൊരാൾ അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കൂല. എന്നാൽ ഫർളു കിഫായ നടപ്പിലാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എല്ലാവർക്കും കൂടി ആ ശിക്ഷ കിട്ടും. ഈ പറഞ്ഞതിൽ നിന്ന് എന്താണ് ഫർളു ഐന് എന്നും എന്താണ് ഫർളു കിഫായ എന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഇൽമ് നേടൽ, അറിവ് നേടൽ എല്ലാ മുസ്ലിമിനും ഫർളാണ്. ഏത് ഫർള്? ഫർളു ഐന്. ഉറപ്പിച്ചോ? അങ്ങനെ ഉറപ്പിക്കരുത്. ഒരു വിഷയവും ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ, അതാണ് നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉറപ്പിക്കാൻ വരരുത്. നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്ലഖായി ഫരീള എന്നാണ് പറഞ്ഞത്.
നമുക്കറിയാം ഉസൂലിന്റെയും അഖീദയുടെയും പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ കുഫർ എന്ന വാക്ക്, ഷിർക്ക് എന്ന വാക്ക്, നിഫാഖ് എന്ന വാക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാക്കുകൾ വന്നാൽ അതിന് എത്ര ഇഹ്തിമാലുണ്ടോ ആ ഇഹ്തിമാലുകൾ എന്ന് പറഞ്ഞാൽ എത്ര സാധ്യതകളുണ്ടോ ആ സാധ്യതകളൊക്കെ എന്ത് ചെയ്യണം? പരിഗണിച്ചുകൊണ്ടാണ് വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. ഒരു മുസ്ലിമിനെ ചീത്ത പറയൽ അധർമ്മമാണ്, ഫിസ്ഖാണ്, ഫുസൂഖാണ്. വഖിതാലുഹു കുഫ്റുൻ, എന്നാൽ കൊന്നാലോ അത് കുഫ്റാണ്. ശരി, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ കൊന്നാൽ അയാൾ കാഫിറായോ? എന്താണ് അഭിപ്രായം? മരിച്ചാൾ അവസ്ഥ നോക്കിയിട്ടാണോ? അല്ല. അതെ. എന്നിട്ട് എപ്പോഴാണ് അത് കുഫ്റാവുക? എന്നാൽ അറിയുക, ഒരു സത്യവിശ്വാസിയും മറ്റേതൊരു സത്യവിശ്വാസിയെ കൊന്നാലും അവൻ മുത്ലഖായി ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാഫിറല്ല. കാരണം കുഫർ, ഷിർക്ക്, നിഫാഖ് ഇതൊക്കെ രണ്ട് വിധമുണ്ട്, ചിലത് അതിനേക്കാൾ കൂടുതലുണ്ട്. ഉദാഹരണത്തിന് ഷിർക്ക് എത്ര തരണ്ട് നിങ്ങൾ പറയും? ഷിർക്കുൻ അക്ബർ ഉണ്ട്, ഷിർക്കുൻ അസ്ഗർ ഉണ്ട്, ഷിർക്കുൻ ഖഫി, ഷിർക്കുൻ ഖഫി, ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ അസ്ഗർ, ഷിർക്കുൻ ഖഫി. എന്നതുപോലെ തന്നെ കുഫറിൽ വലിയ കുഫറുണ്ട്, ചെറിയ കുഫറുണ്ട്. ഇത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആനിൽ ആയത്തോതി തഫ്സീർ പറഞ്ഞെന്നാണ്. അത് വലിയ കുഫറല്ലട്ടോ, ചെറിയ കുഫറാണ്. വലിയ കുഫറുണ്ട്, ചെറിയ കുഫറുണ്ട്. ഒന്ന് മില്ലത്തുനിന്ന് പുറത്തു പോവും, മറ്റൊന്ന് മില്ലത്തുനിന്ന് പുറത്തു പോവില്ല. സുബ്ഹാനല്ലാഹ്. 14 നൂറ്റാണ്ട് മുമ്പ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം ഓതിയിട്ട് പറഞ്ഞുതരാണ്, വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കാത്തവർ കാഫിറുകളാകുന്നു. അപ്പൊ ചില ആളുകൾ ദുർവ്യാഖ്യാനിച്ചു, അപ്പൊ ഖുർആൻ അനുസരിച്ച് വിധിക്കാത്ത ഏത് ഭരണാധികാരിയും കാഫിറാണ്, അയാൾക്കതിൽ യുദ്ധം ചെയ്യണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോയത്തക്കാരെ, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഹാദാ കുഫ്റുൻ ദൂന കുഫ്രിൻ. ഇത് വലിയ കുഫറല്ല, ഇസ്ലാമെന്ന് പുറത്തു വന്ന കുഫറല്ല, ഇത് ചെറിയ കുഫറാണ്. ലാ യൻഖുലു സാഹിബുഹു അനിൽ മില്ല. അത് ചെയ്ത വ്യക്തി മില്ലത്തുനിന്ന് പുറത്തു പോകുന്നില്ല. അപ്പൊ കുഫർ എന്ന വാക്ക് ഖുർആനിൽ വന്നാലും ഹദീസിൽ വന്നാലും, ഷിർക്ക് എന്ന വാക്ക് ഖുർആനിൽ വന്നാലും ഹദീസിൽ വന്നാലും അതിന് ഇഹ്തിമാലുകളുണ്ട്, സാധ്യതകളുണ്ട്. അപ്പൊ അതിന്റെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഇത് ഇന്നതാണോ, വലിയ ഷിർക്കാണോ, ചെറിയതാണോ, അതല്ല ഷിർക്കുൻ ഖഫിയാണോ, ഇസ്ലാമെന്ന് പുറത്തു വന്ന കുഫറാണോ, പുറത്തു പോവാത്ത നിലക്ക് ചെറിയ കുഫർ അഥവാ കാഫിർ ചെയ്യുന്ന പണിയാണല്ലോ മുസ്ലിമിനെ കൊല്ലൽ. അപ്പൊ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നാൽ ലാഹിറിൽ അത് കുഫറിന്റെ പണിയായി. ഉള്ളിൽ അവൻ കാഫിർ അല്ലെങ്കിലും പ്രത്യക്ഷത്തിൽ അവൻ ആരായി? കുഫറിന്റെ പണിക്കാരനായി. ഇപ്രകാരം കുഫറിനെ, നിഫാഖിനെ ഒക്കെ പണ്ഡിതന്മാർ വേർതിരിച്ചു. ഇൻഷാ അള്ളാഹ് അത് പഠിക്കാനുള്ള ക്ലാസ് മറ്റൊരു ക്ലാസ്സാണ്. ഇവിടെ നമ്മൾ സൂചനകൾ നൽകി എന്ന് മാത്രം. നമ്മളത് അഖീദന്റെ ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് അവസരം കിട്ടിയാൽ അത്തരം വിഷയങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. എന്നതുപോലെ ഇൻഷാ അള്ളാഹ് ഹദീസിൽ ഇവിടെ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് പറയുമ്പോൾ അവിടെ ഈ ഫരീളത്ത് രണ്ട് സാധ്യതയുണ്ടല്ലോ. ഫർളു ഐനുണ്ട്, ഫർളു കിഫായയുമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു അത് ഫർളു ഐനുമുണ്ടതിൽ, ഫർളു കിഫായയുമുണ്ട്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൽ എന്തൊക്കെയുണ്ട്? ഫർളു ഐനുമുണ്ട്, ഫർളു കിഫായയുമുണ്ട്.
ഇൻഷാ അല്ലാഹ് അതിന്റെ ഭാഗങ്ങൾ അതേതൊക്കെയാണ് എന്നത് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. അപ്പോൾ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോട് കൂടി നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ വളരെ ചെറിയ കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത് നമ്മൾ പഠിച്ചത് അറിവ് സത്യവിശ്വാസിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിന് ഖുർആനിൽ നിന്നുള്ള തെളിവ് ഞാൻ അധ്യായവും നമ്പറും പറഞ്ഞു, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു ചിലയിടത്തിൽ ഈമാനിന് പകരമായി സത്യവിശ്വാസം ഉപയോഗിച്ചിട്ടുണ്ട്, ഊത്തുൽ ഇൽമ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ പറഞ്ഞു എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് സംസാരിച്ചു. ഏതൊരു കാര്യവും പറയുന്നതിന് മുമ്പ് പ്രവർത്തിക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് തന്നെ നമ്മൾ അറിവ് നേടണം എന്ന കാര്യം സംസാരിച്ചു. അതിന്റെ വചനങ്ങളും മറ്റും ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന ഹദീസ് നമ്മൾ പ്രാവർത്തികമാക്കണം എന്ന കാര്യമാണ് പഠിച്ചത്. അതിൽ ഫർള് എന്താണെന്ന് മനസ്സിലായി. ഈ ഹദീസിൽ ഫർളു ഐനും ഫർളു കിഫായയുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ തെളിവ് സഹിതം ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിന്റെ ആയത്തും നമ്പറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കും. ശറഇലെ നിയമം ഇത് തന്നെയാണെങ്കിലും ഒരു രാജ്യം അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കണം. പിന്നെ അങ്ങനെ ഒരു നിയമം വെക്കുന്നത് ഏത് നിലക്കാണ്? വേറൊരു നിലക്കാണ്. എന്നാ ബാങ്ക് കൊടുക്കാൻ ആരുമില്ല, പള്ളിയിൽ ഒരു മനുഷ്യനുമില്ല, ഒരാൾക്ക് കയറി ബാങ്ക് കൊടുത്തൂടെ? ലാ ശക്ക ഫീ. അതിന്റെ പേരിൽ ഒരു ഗവൺമെന്റ് പിടിക്കുന്നു തോന്നുന്നില്ല. അല്ലാഹു അലം, അല്ലാഹു അലം. അത് പറയാൻ ഞാൻ ആളല്ല. അത് കുറെ കൂടി ഉയർന്ന പണ്ഡിതന്മാരോട് ചോദിക്കാം. അല്ലാഹു ആലം. അത് മുതിർന്ന പണ്ഡിതന്മാരെന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടേ അത് പറയാവൂ. അല്ലാഹു ആലം. ശരി, അവസാനിപ്പിക്കാം. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.